വാർത്തയിലേക്കാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കും. ഉടൻ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുമെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം കപ്പിനും ചുണ്ടിനും ഇടയിലാണ് പള്ളിക്കൽ ഡിവിഷനിലെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് നഷ്ടപ്പെട്ടത്. CPIയുടെ കഴിഞ്ഞ 13 വർഷത്തെ പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും വീറിട്ട ഒരു ശബ്ദം കൂടിയായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ. പാർട്ടിയുമായി നിരന്തരം കലഹിച്ചും പോരാടിയും ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ് എന്ന് തന്നെ പറയാം. ഇനി എന്ത് നിലപാടെടുക്കും, എന്തൊക്കെയാണ് നമുക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയുമായിട്ട് ചേരാം. ഞാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു കാലയളവിലെ പ്രവർത്തനം എനിക്ക് പറയാനുണ്ട്. ഒരുപക്ഷെ വ്യത്യസ്തമായ സംഘടനകളിലോ സംഘടന ഘടകങ്ങളിലോ ബോധപൂർവം തന്നെ ഭാഗമായിരുന്നില്ല എന്നുള്ളത് എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണമാണ്. AIVF സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. NFIW യുവജന വിഭാഗത്തിൻ്റെ യങ് വിമൻസ് കമ്മിറ്റിയുടെ ദേശീയ സമിതി അംഗം, ഐപ്സയുടെ ദേശീയ സമിതി അംഗം, പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം, AIVF പത്തനംതിട്ട ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. അങ്ങനെ വ്യത്യസ്തമായ ഘടകങ്ങളിലേക്ക് ചേർന്ന് പ്രവർത്തിച്ചു. ഇത്ര വർഷക്കാലം എന്ത് പ്രവർത്തിച്ചു പാർട്ടിക്ക് വേണ്ടി, എങ്ങനെയായിരുന്നു നമ്മളുടെ ഒരു പ്രവർത്തന ശൈലി എന്ന് ആലോചിക്കുമ്പോൾ എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ, ആത്മസംതൃപ്തിയുണ്ട്. പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഒരു വീഴ്ചയും പറ്റിയതായിട്ട് നിലവിൽ ഇതുവരെയും ഒരു മനസ്സിന് ഒരു വിഷമം തരുന്നതിലുള്ള ഒരു ചിന്ത എനിക്കില്ല. പക്ഷേ ആ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഘട്ടം ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ പറഞ്ഞ പോലെ വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ചു എന്നുള്ളത് പാർട്ടിയോട് കലഹിച്ചു എന്നുള്ള ഒരു തരത്തിലല്ല, ഞാൻ ചില വ്യക്തികളുമായി കലഹിക്കേണ്ടി വന്നു. ചില നേതാക്കന്മാർക്കെതിരെ പരാതി കൊടുക്കേണ്ട സാഹചര്യം എനിക്ക് ഉണ്ടാകുന്നു. അഴിമതി ആരോപണങ്ങൾ ഞാൻ ഉന്നയിക്കുന്നു. അത് പാർട്ടിയോട് അക്കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. പാർട്ടി ആ വിഷയം ഗൗരവമായി പരിശോധിക്കുകയും അതിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങൾ മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ഒന്ന് അവസാനിച്ചിട്ടുമുണ്ട്. പിന്നീട് ഇങ്ങോട്ട് നമുക്കറിയാം, അത്തരത്തിൽ നമ്മളൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ ബുദ്ധിമുട്ടുകൾ. പാർട്ടി നമ്മളെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ബഹുമതി. ആ പരിഗണന ഒരു മെമ്പർഷിപ്പിന്റെ ഭാഗത്തെ നിന്ന് നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവഗണനയുടെ ഏറ്റവും താഴെത്തട്ടിലെ തലത്തിലേക്കാണ് ഏതൊരു മനുഷ്യനും ഏതൊരു സഖാവും പതിക്കേണ്ടി വരിക. അപ്പോൾ അത്ര വലിയ ഒരു അവഗണനയുടെ ഏറ്റവും വലിയ പതനം എനിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ അംഗീകരിക്കാൻ കഴിയാത്തതും ഉൾക്കൊള്ളാൻ കഴിയാത്തതും. അതും ഒരിക്കലല്ല, നിരവധി തവണ. പക്ഷെ ഇതിലൊക്കെ ഒപ്പം തന്നെ എനിക്ക് മനസ്സിലാക്കേണ്ടി വരും, ഞാൻ നന്നായി പരാതി എഴുതാൻ പഠിച്ചു എന്നുകൂടെ പറയേണ്ടി വരും. കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രത്തോളം പരാതികൾ കൊടുക്കേണ്ട സാഹചര്യം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പോലെ ഒരു പാർട്ടിക്ക് ഉണ്ടാവുക, അതിലുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാൽ അങ്ങനെ ഒരു വനിതയ്ക്ക് പരാതി കൊടുക്കേണ്ട ഇടങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. അത്തരത്തിലുള്ള അവസ്ഥകൾ ഒരു ആൾക്കും ഉണ്ടാകാൻ പാടില്ല. വനിതാ പ്രാമുഖ്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവിടെ നമുക്ക് പ്രതീക്ഷിക്കാമോ? നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും ആലോചനകളിലേക്കോ തീരുമാനങ്ങളിലേക്കോ വന്നിട്ടില്ല. ഞങ്ങൾ കേരള വിഷൻ ന്യൂസ് DCC പ്രസിഡന്റുമായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കാര്യം സംസാരിച്ചായിരുന്നു. കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ നല്ല പരിഗണന നൽകും. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരു പാർട്ടി, ഒരു പ്രസ്ഥാനം നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു, നമ്മളവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും വലിയ ഒരു കാര്യമാണ്, വലിയ അംഗീകാരമാണ്, വലിയ സ്വീകാര്യതയാണ്. ആ സ്വീകാര്യതയെ DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചൂർ ML സാറിന്റെ വാക്കുകൾക്ക്, ആ സ്വീകാര്യതയ്ക്ക് സ്നേഹപൂർവ്വം തന്നെ ആ ഒരു വാക്കുകളെ ഞാൻ സ്വീകരിക്കുന്നു. നമുക്കൊരാൾക്ക് പൊതുസമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുവാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ, തൊഴിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സംഘടനാ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഉണ്ടാകണം, രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് എല്ലാവിധമായിട്ടുള്ള സാഹചര്യങ്ങളും അനുകൂലമായ ചുറ്റുപാടും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏതൊരു പാർട്ടി നേതൃത്വവും ഉറപ്പായിട്ടും ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പൊതുവെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്വീകാര്യത ലഭിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഒപ്പം 6 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഈ മുഖം നമുക്ക് വീണ്ടും കാണാം. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദൻ ജെ, പത്തനംതിട്ട.